സെക്രട്ടേറിയറ്റിന് മുന്നിലെ LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം 36-ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. പ്രശ്നപരിഹാരത്തിനോ ഉദ്യോഗാർത്ഥികളുമായി ചർച്ചയ്ക്കോ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. വളർമതിയുടെ നിരാഹാര സമരം 12-ാം ദിവസത്തിലേക്ക് കടന്നതോടെ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. MS വീണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ചേരുകയാണ്. വീണ, 36-ാം ദിവസത്തിലേക്ക് ഈ അനിശ്ചിതകാല സമരം നീളുന്ന വേളയിലും മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ല. ഏത് രീതിയിൽ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമരസമിതിയുടെ തീരുമാനം? വീണ, ഗൗതം, സമാധാനത്തിന്റെ പാതയിലുള്ള ഈ ഒരു സമരം ആരംഭിച്ചിട്ട് 36 ദിവസം പൂർത്തിയാവുകയാണ് ഇന്ന്. മാത്രമല്ല, വളർമതിയുടെ നിരാഹാര സമരം 12-ാം ദിവസം പിന്നിടുകയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി അടക്കം മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഈ സഹന സമരത്തോട് സർക്കാർ തീർത്തും അവഗണനയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഉദ്യോഗാർത്ഥികളുമായി ഒരു ചർച്ച നടത്തുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നടന്ന ഈ സമരത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നൊരു നിലപാടാണ്. 2 മാസം സമയം ആണ് സർക്കാർ കാലാവധി ചോദിച്ചിരുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ഈ LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഇത്തരത്തിൽ നിയമനം അവർക്ക് ഇതിനു മുന്നേ ലഭിച്ചിരുന്നുവെങ്കിൽ അവർക്ക് സന്തോഷപൂർവ്വം ആ ഒരു സർവീസിൽ പണിയെടുക്കുവാനും ഒപ്പം തന്നെ ഈ ഒരു ഓണക്കാലം കുടുംബത്തോടൊപ്പം ആദ്യം കിട്ടുന്ന വരുമാനം കൊണ്ട് ആഘോഷിക്കുവാനും ഏറെ ആഗ്രഹിച്ചിരുന്നവരാണ് ഈ LPST റാങ്ക് ഹോൾഡേഴ്സ്. അവരോടാണ് സർക്കാർ നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്. മണ്ണ് തിന്നവർ പ്രതിഷേധിച്ചു, പുല്ല് തിന്നവർ പ്രതിഷേധിച്ചു. പക്ഷേ അവരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു മനോഭാവം തുടരുകയാണ്. പക്ഷേ ഈ അവഗണനയ്ക്കെതിരെ വരുന്ന ദിവസങ്ങളിലും സമരമുറകൾ മാറ്റി ആ സമരം ശക്തിപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം. പലതവണ വളർമതിയോട് നിരാഹാര സമരം നടത്തുന്ന വളർമതിയോട് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇത് അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ താൻ മുന്നോട്ട് പോകും. ഈ ഒരു തനിക്ക് പിന്നാലെ വരുന്ന ഈ PSCയിൽ വിശ്വസിച്ചുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരുടെ നീതിക്ക് വേണ്ടിയുമാണ് താൻ അടങ്ങുന്ന ഈ സമര അനുകൂലികൾ ഇപ്പോഴും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ പിന്നോട്ടില്ല. തങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിക്കുന്നത്, അതൊരു ഉറപ്പ് വാക്കാൽ പോരാ, രേഖാമൂലം ലഭിച്ചാൽ മാത്രമേ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് സമര അനുകൂലികൾ വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കി കൂടുതൽ സമരമുറകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ പോലും അവരുടെ ഭാഗം കേൾക്കാൻ തയ്യാറാകുന്നില്ല. BJPയുടെ അടക്കം അവർക്ക് ഇപ്പോൾ പിന്തുണ ലഭിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും പിന്തുണയുമായി നിരവധി രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗൗതം, ഓക്കെ വീണ, എന്തായാലും LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം തുടരുകയാണ്. 36-ാം ദിവസത്തിലേക്ക് ഈ സമരം നീളുന്ന വേളയിലും ഈ സമരക്കാരുമായി ചർച്ചയ്ക്കോ പ്രശ്നം പരിഹരിക്കുവാനോ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നത്. MS വീണ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.